വിചാരിച്ചതിലും ഭീകരമാണ് കാര്യങ്ങൾ. ഓരോ ദിവസവും എണ്ണിയാലൊടുങ്ങാത്ത കേസുകൾ, പ്രായഭേദമില്ലാതെയുള്ള കുറ്റവാളികൾ, കുട്ടികൾ മുതൽ പ്രായമായവർ വരെ, ഉയർന്ന ജോലിക്കാർ മുതൽ വേലയും കൂലിയും ഇല്ലാത്തവർ വരെ, എല്ലാ കേസിലും പ്രതി ഒരാൾ തന്നെ. ലഹരി, അതും മനുഷ്യജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രാസലഹരി. അറിയാതെ കെണിയിൽ വീണു പോയവരുണ്ട്, അറിഞ്ഞുകൊണ്ട് കെണിയിൽ വീഴ്ത്തപ്പെട്ടവരുമുണ്ട്. നോക്ക്, കണ്ണു തുറന്നു നോക്ക്. നിങ്ങളുടെ ചുറ്റിലുമുണ്ട്, നിങ്ങളുടെ നാട്ടിലുമുണ്ട്, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുമുണ്ട്. നോക്ക്, കണ്ണു തുറന്നു നോക്ക്. എനിക്കതല്ലേ എത്ര ഞാൻ ഉദ്ദേശിക്കുന്ന ഡെസിബൽ വോയിസ് എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ പൊക്കോ, കളഞ്ഞിട്ട് പൊക്കോ. എനിക്കിത് കിട്ടണം. കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. 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 കണ്ടില്ലേ പേക്കൂത്തുകൾ? പട്ടാപ്പകലെന്നില്ല, നട്ടപ്പാതിരിയെന്നില്ല, ആണെന്നില്ല പെണ്ണെന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ കിറുങ്ങിയടിച്ച് നടന്നാ മതി. ഇതിൻ്റെയൊക്കെ അവസാനം എന്താ? ആരോട് പറയാൻ? ആര് കേൾക്കാൻ? ഒന്ന് മാത്രം പറയാം, ദുരന്തമാണ്, മഹാദുരന്തം. ആരാണെന്ന് മനസ്സിലായില്ലേ? മറ്റവനടിക്കാൻ കയ്യിൽ കാശില്ല, അപ്പോ കക്കാൻ തീരുമാനിച്ചു. വഴിയിലൂടെ പോയ ചേച്ചിയുടെ മാല പൊട്ടിച്ചു, നാട്ടുകാരെ ഓടിച്ചിട്ട് പിടിച്ചു. അവസാനം ദേ ഇതിൻ്റെ ഉള്ളിലായി. ഇനി ഡി അഡീഷൻ സെന്റർ, സെൻട്രൽ ജയിൽ. അങ്ങനെ അവന്റെ കാര്യത്തിനൊരു തീരുമാനമായി. സ്വന്തം കുടുംബം തകർത്ത് തരിപ്പണമാക്കി ഈ ദ്രോഹി ഉള്ളതെല്ലാം വിറ്റ് തുലച്ചു. ഒടുവിൽ കെട്ടുതാലിയിൽ കൈവച്ചപ്പോ എതിർക്കാൻ ശ്രമിച്ച അമ്മയാണ് ഈ ജീവനിട്ട് കിടക്കുന്നത്. കുടുംബസ്വത്തിന്റെ ഭാഗം ചോദിക്കാതിരിക്കാൻ സ്വന്തം കുഞ്ഞനുജനെയും ഇവൻ വകവരുത്തി. കഷ്ടം. അരുത് മോളെ, അരുത്. പ്രണയം നടിച്ച് കൂടെ കൂടിയവർ ഈ പെൺകുട്ടിയെ നശിപ്പിച്ചു, ലഹരിക്കടിമയാക്കി. ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ലെന്നറിഞ്ഞപ്പോ വിഷാദ രോഗിയായി. ഒറ്റ മോള. ആ പാവം മാതാപിതാക്കൾ എങ്ങനെ ഇത് സഹിക്കും? കണ്ടില്ലേ ചുറ്റുപാട് നടക്കുന്നത്? ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ ഈ നാടൊരു നരകമാകും. ഈ കാണുന്നവർക്കെല്ലാം നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വെറുതെ ഒരു രസത്തിന് കൂട്ടുകാരോടൊപ്പം തുടങ്ങിയതാ. ഒടുവിൽ ഇതില്ലാതെ പറ്റില്ലെന്നായി.
ഇതിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, തമാശയ്ക്ക് പോലും ലഹരി ഉപയോഗിക്കരുത്. എന്നെപ്പോലെ ജീവിതം നശിച്ചു പോകും. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു, വാശി പിടിച്ചതെല്ലാം സാധിച്ചു കൊടുത്തു. അവൻ ചെയ്യുന്ന തെറ്റുകൾ പോലും ന്യായീകരിച്ചു. ഒടുവിൽ എനിക്ക് ഈ ഗതി വന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളുടെ വാശിയല്ല, ആവശ്യങ്ങളാണ് സാധിച്ചു കൊടുക്കേണ്ടത്. അവർ തെറ്റ് ചെയ്താൽ തിരുത്തുക. എന്റെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. യഥാർത്ഥ സ്നേഹമെന്നാൽ മറ്റെന്തൊക്കെയോ ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പ്രായത്തിൻ്റെ അവിവേകം കൊണ്ട് മുതിർന്നവർ പറഞ്ഞതെല്ലാം നിഷേധിച്ചു. തിരിച്ചു വരാൻ പറ്റാത്ത വിധം ഞാൻ കെണിയിലകപ്പെട്ടു. കൂട്ടുകാരെ, നിങ്ങൾക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ. മക്കളെ, നിങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്യരുതട്ടാ. എത്ര മാതാപിതാക്കൾ കരഞ്ഞു പറയണതാ. സിന്തറ്റിക് ഡ്രഗ്സ് ഭയങ്കര അപകടാട്ടാ. ഇനിയും അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇവയിൽ നിന്നും പാഠം പഠിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ. നല്ലൊരു നാളെ സ്വപ്നം കാണുന്ന നമ്മളെല്ലാം പ്രതികരിക്കണം. നമുക്ക് ഒരുമിച്ച് ഉറക്കെ വിളിച്ചു പറയാം: ലഹരി ഉപേക്ഷിക്കൂ, ജീവിതം രക്ഷിക്കൂ. ലഹരി ഉപേക്ഷിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ. ലഹരി ഉപേക്ഷിക്കൂ, സമൂഹത്തെ രക്ഷിക്കൂ.